അടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ ഞെട്ടിച്ച സെയ്ഫ് അലി ഖാന്റെ നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതിയെ പിടികൂടാൻ ഇപ്പോഴും മുംബൈ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ആക്രമണം നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും കാര്യമായ വിവരമൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ ഒരു പുതിയ രേഖാചിത്രം പുറത്തു വന്നിട്ടുണ്ട്. ഇതിനിടെ സെയ്ഫിന്റെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതിയുണ്ട്. നാളെയോ അത് കഴിഞ്ഞോ സെയ്ഫിന് ആശുപത്രി വിടാനാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. CCTV ദൃശ്യങ്ങളിൽ കണ്ട അക്രമിയോട് രൂപസാദൃശ്യമുള്ള ആളെയാണ് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് മുംബൈ പോലീസ് പിടികൂടിയത്. അക്രമിയുടെ കൈവശമുണ്ടായിരുന്നതിന് സമാനമായ ഒരു ബാഗും ഇയാളുടെ പക്കലുണ്ടായിരുന്നു. ബാന്ദ്ര പോലീസ് സ്റ്റേഷനിൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും ഇയാൾക്ക് ആക്രമണത്തിൽ പങ്കില്ലെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വിട്ടയച്ചു. നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും ആരും കസ്റ്റഡിയിലില്ലെന്നും പോലീസ് പറയുന്നു. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. അക്രമിയെ അവസാനം കണ്ടത് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷന് സമീപത്താണെന്ന് വിവരമുണ്ട്. അക്രമി റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിൽ രക്ഷപ്പെട്ടിരിക്കാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. വാസെ, നലാസൊപ്പാറ, വിരാർ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് പരിശോധന. വളരെ ആസൂത്രിതമായി നടത്തിയ മോഷണശ്രമമെന്നാണ് സംശയിക്കുന്നതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ തുടരുകയാണ്. അക്രമിയെ സഹായിച്ചതാര്? അപ്പാർട്ട്മെന്റിന്റെ പ്ലാൻ ഇയാൾ എങ്ങനെ മനസ്സിലാക്കി? മോഷണമല്ലാതെ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? തുടങ്ങി എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. അദ്ദേഹത്തെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് മാറ്റി. അക്രമി കുത്താനുപയോഗിച്ച കത്തിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. 6 തവണയാണ് അക്രമി സെയ്ഫിനെ കുത്തിയത്. അക്രമി ഉപയോഗിച്ച കത്തിയുടെ 2.5 ഇഞ്ച് നീളമുള്ള കഷണം സെയ്ഫിന്റെ നട്ടെല്ലിനിടയിൽ നിന്ന് നീക്കം ചെയ്തു. 2-3 ദിവസത്തിനകം സെയ്ഫിന് ആശുപത്രി വിടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 2:30 ബാന്ദ്രയിലെ വസതിയിൽ അതിക്രമിച്ചു കയറിയ മോഷ്ടാവ് സെയ്ഫ് അലി ഖാനെ ആക്രമിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നാഷണൽ ഡെസ്കിൽ നിന്ന് രാകേഷ് തന്നെ ഒരിക്കൽ കൂടി ചേരുന്നു. രാകേഷ്, ഇത് മുംബൈ പോലീസിന്, മഹാരാഷ്ട്ര സർക്കാരിനൊക്കെ വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ബാന്ദ്ര പോലെ രാജ്യത്തെ തന്നെ ഏറ്റവും ആഡംബര മേഖലയിൽ, അതീവ സുരക്ഷാ മേഖലയിലേക്ക് ഒരു കള്ളൻ കടന്നു കയറുന്നു. സെയ്ഫിനെ പോലെ ഒരാളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ അദ്ദേഹത്തിന് നേരെ ആക്രമണം നടത്തുന്നു. എന്നിട്ട് ഇത്രയും 2 ദിവസമാവുമ്പോഴും അതിലൊന്നും ഇരുട്ടിൽ തപ്പുകയാണ് ഇപ്പോഴും പോലീസ്. ഇന്നലെ ഒരാളെ പിടിച്ചു, പക്ഷേ അയാൾ അല്ല എന്ന് കഴിഞ്ഞ് വിട്ടയച്ചു. ഇപ്പൊ വീണ്ടും വിളിപ്പിച്ചിരിക്കുന്നു. ഇത് എത്രത്തോളം നാണക്കേടുണ്ടാക്കുന്നുണ്ട്? ശ്രീജ, സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതിയെക്കുറിച്ച് ഒരു തുമ്പും പോലീസിന് കിട്ടിയിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ആക്രമണം നടന്നിപ്പോൾ ഏതാണ്ട് 50 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ പ്രതി ആരാണെന്ന സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല. ഇന്നലെ പലരെയും കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ ആദ്യം ഒരു അറസ്റ്റ് ഉണ്ടായി എന്ന തരത്തിലുള്ള സൂചനകളും വന്നിരുന്നു. ഇയാൾ 5 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം പോലീസ് വിട്ടയക്കുകയാണ് ചെയ്തത്. പോലീസ് തന്നെ വ്യക്തമാക്കിയത് ഇയാൾക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല, ക്രിമിനൽ പശ്ചാത്തലം ഒന്നും തന്നെ ഇയാൾക്കില്ല എന്നാണ്. ഇത് കൂടാതെ നേരത്തെ സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ മറ്റു ജോലികൾക്കായി വന്നിരുന്ന, പ്രത്യേകിച്ച് മരപ്പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി വന്നിരുന്ന ചില ആളുകളെയും കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തു. ഇവർക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ല എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, പോലീസ് ഇപ്പോൾ പറയുന്നത് ഒരു സ്ഥിരം കുറ്റവാളിയാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടുള്ളതെന്നാണ്. അതിന് കാരണമായി പോലീസ് പറയുന്നത് പുതിയ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ്. കാരണം ഈ സംഭവം നടക്കുമ്പോൾ ഒരു ടീഷർട്ട്, ഹാഫ് സ്ലീവ് ടീഷർട്ട് ഇട്ടായിരുന്നു പ്രതിയുടെ CCTV ദൃശ്യമെങ്കിൽ പുറത്തു വന്നിരുന്നെങ്കിൽ ഇപ്പോൾ പ്രതിയുടെ മുഖസാദൃശ്യമുള്ള, രൂപസാദൃശ്യമുള്ള ഒരു CCTV ദൃശ്യം കൂടി പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഇളം നീല നിറത്തിലുള്ള ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായും പറയുന്ന കാര്യം, ഇത്തരത്തിൽ വസ്ത്രം മാറിക്കൊണ്ട് അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാനുള്ള നീക്കം പ്രതിയുടെ ഭാഗത്തുനിന്ന് നിരന്തരം നടക്കുന്നുണ്ട് എന്നാണ് പ്രധാനമായി ഇപ്പോൾ അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം മുംബൈ ലോക്കൽ പോലീസ് മാത്രമല്ല, ക്രൈംബ്രാഞ്ച്, മറ്റ് അന്വേഷണ ഏജൻസികൾ അടക്കം ഏതാണ്ട് 20 അതിലധികം സംഘങ്ങൾ ഈ പ്രതിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇരുട്ടിൽ തപ്പുന്ന നിലയിലേക്ക് പോലീസ് പോകുന്നത്. തീർച്ചയായും മുംബൈ പോലീസിനും മഹാരാഷ്ട്ര സർക്കാരിനും വലിയ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. കാരണം ബോളിവുഡ് താരം, പ്രധാനപ്പെട്ട ഒരു നടൻ, അല്ലെങ്കിൽ അതീവ സുരക്ഷാ മേഖല, പ്രധാനപ്പെട്ട VIP തന്നെ താമസിക്കുന്ന മേഖലയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായി. ഏതാണ്ട് 50 മണിക്കൂർ പിന്നിട്ടിട്ട് പോലും പ്രതിയെ പിടികൂടാൻ കഴിയാതെ അന്വേഷണ സംഘത്തിന് കഴിയാതിരിക്കുന്നത് അത് വലിയ രീതിയിൽ ചർച്ചയാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ബോളിവുഡ് താരങ്ങളൊക്കെ തന്നെ മുംബൈ പോലുള്ള പ്രദേശം ജീവിക്കാൻ സുരക്ഷിതമാണെന്ന ചർച്ചകൾക്ക് പോലും ഇത് ഇടവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇപ്പോൾ പറയുന്നത് ഒരു സ്ഥിരം കുറ്റവാളിയാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ള ഇയാൾ നിരന്തരം വേഷം മാറിക്കൊണ്ട് കബളിപ്പിക്കുന്ന തരത്തിലുള്ള വാദമാണ് ഈ ഘട്ടത്തിൽ പോലീസ് ഉയർത്തുന്നത്. ശ്രീജ.
ER രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ സമ്മർദ്ദത്തിലാണ് സർക്കാരും പോലീസും ഒക്കെ ഉള്ളത്. അത് സെയ്ഫ് അലി ഖാനെ പോലെ ഒരാൾ പോലും സ്വന്തം വീട്ടിൽ സുരക്ഷിതൻ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പോലീസിന് മറ്റുള്ളവരുടെ സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം.